ഒറ്റയ്ക്ക് ഇപ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനൊക്കെ എന്നെ പഠിച്ചപ്പോൾ collectible Shabbat beyond Tobija in honor of Shabbat and holidays. ഇതവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലോത്താണ്. ബ്രെഡും ഉപ്പും കറിയ അതായത് ഇതിൻ്റെ അടിയില്ല ടേബിളിൽ വേണം ബ്രെഡ് മൂടി വെക്കുക. പങ്കുകളിലൊക്കെ കോപ്പി ചെയ്യുന്ന നിൽക്കുന്നത് ക്രോസ് സ്റ്റിച്ച് ആണെങ്കിൽ വളരെ സ്പെഷ്യലാണ്. 2001 ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള മാഗസിനിൽ ക്രോസ് സ്റ്റിച്ച് നിൽക്കുന്നത്. അപ്പൊ അതേ വർക്കാണ് നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു തനിമ നിലനിർത്തിക്കൊണ്ടിരുന്ന ഇത് ഞാനാണ്. അപ്പൊ എന്റെ പേര് ഞാൻ പറഞ്ഞത് ഹാഗ്രാൻഡ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്കൂൾ ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഇവിടെ ആരും ഇല്ല സമയത്ത്. അപ്പൊ കുറച്ച് ജൂതന്മാർ മാത്രമേ ഉള്ളൂ. 10-25-30 പേരിന്റെ ഇടയ്ക്കേ ഉള്ളൂ. പിന്നീട് ഉള്ളവരൊക്കെ മരണപ്പെട്ടു വന്നു. പിന്നെ അവരുടെ പിള്ളേരെ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തേക്ക് പഠിക്കാൻ പോയി സെറ്റായി. അപ്പൊ ബാക്കി പറഞ്ഞ എല്ലാ വയസ്സന്മാരായി. ആ ഒരു പ്രായമുള്ള ആളുകൾ അപ്പോ 60 മുകളിലുള്ള ആളുകളായിരുന്നു. അപ്പൊ അപ്പുറത്തെങ്കിൽ പിന്നെ അവരുടെ ഇടയിലാണ് ഞാൻ ഇരുന്നിട്ട് പഠിച്ച. കാരണം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ലേ, നമ്മൾ ടേണിന്റെ ഒരു സ്കൂൾ ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷെ വേറൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ്. വേറെ രീതിയിലല്ലാതെ നമുക്ക് ചരിത്രം പഠിക്കാൻ പറ്റി. എന്റെ ഫാദർ തയ്യലായിരുന്നു, തയ്യൽ പഠിക്കാൻ പറ്റി, എംബ്രോയിഡറി പഠിക്കാൻ പറ്റി, ഹിസ്റ്ററി പഠിക്കാൻ പറ്റി. ജീവിക്കാനുള്ള മാർഗം അതിൽ നിന്ന് സന്തോഷം എന്ന് വെച്ചാൽ കൊച്ചിയുടെ ഒരുപാട് ചരിത്രങ്ങളിൽ ഇപ്പോൾ എന്റെ ഒരു കയ്യൊപ്പ് അഡ്വാൻസ് ആയിട്ട് എന്റെ ഒരു കയ്യൊപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഫോർട്ടി മാനുവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ ഫോർട്ടി മാനുവലിന്റെ അകത്ത് അതിനെ കുറിച്ച് ഫോർട്ട് കൊച്ചിയുടെ പേര് വന്നാൽ ഫോർട്ടി മാനുവൽ ഉള്ളതാണ്. പക്ഷെ ആ ഇമാനുവൽ ഫോർട്ട് എവിടെ വെച്ചാല് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു ഫൗണ്ടേഷൻ കട്ടെടുക്കാൻ പറ്റി. അതെല്ലാം ഇപ്പൊ ജില്ലാ മ്യൂസിയത്തിലേക്ക് മാറ്റാൻ പറ്റിയത് ഇവിടെ നിന്നുള്ളൊരു 1924 ഫ്ലഡ് എങ്ങനെ ഉണ്ടായത്. ആ ഫ്ലഡിൽ കോട്ടയുടെ ഭാഗം തകർന്നു ഇത് പഠിച്ചായിരുന്നു. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ പഠിക്കാൻ ഒരു വലിയൊരു കാര്യമാണ് അത്. അപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാനൊരു ആർട്ടിക്കിൾ ഞാൻ കാണിച്ചതാണ്. ആ ആർട്ടിക്കിളിൽ തന്നെ നമുക്കിപ്പോ ഇപ്പൊ വാട്ടർ മെട്രോ സൈറ്റ് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടില്ലേ, ആ വാട്ടർ മെട്രോ സൈറ്റ് ശരിക്കും ഫോർട്ടി മാനുവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ പ്രധാനപ്പെട്ട ഭാഗത്ത് വാട്ടർ മെട്രോ വർക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊറോണയുടെ ടൈമില് ഈ കല്ലുകളൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടില് ഞാനിത് 10-12 വർഷമായി ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് ഇങ്ങനൊരു റിസൾട്ട് ആയിരിക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുണ്ട്, എന്റെ പേര് ഇവിടെ ഉണ്ട്. ഡേറ്റ് നോക്കി ഇത് ഹിന്ദുവിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇത് ഇമാനുവൽ ഫോർട്ടിന്റെ ആകാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാവുന്ന. ഇമാനുവൽ ഫോർട്ട് ആണെങ്കിൽ നമുക്കൊരു 500 വർഷം കിട്ടുള്ളൂ. പക്ഷെ മിക്കവാറും അതിനപ്പുറത്തേക്ക് പോകുന്ന സ്റ്റോറിയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, അത് ആർക്കോളജി അതിന്റെ ഔദ്യോഗികമായി. എന്നാലും ഇമാനുവൽ ഫോർട്ട് അതായത് വാട്ടർ മെട്രോ ജെട്ടിയിൽ കണ്ടെടുത്ത സാധനങ്ങളാണിത്. ഇത് ഇപ്പൊ ബാക്കി വേണമെങ്കിൽ നിങ്ങൾ ജില്ലാ മ്യൂസിയത്തിന്റെ അകത്ത് പോലെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെയും കുറെ കല്ലുകൾ ഇത് വർക്ക് തുടങ്ങിയതിനു ശേഷം 10-20 കല്ല് വേറെയും കിട്ടി. അപ്പോ അത്രയും കല്ലുകളോടെ വരണമെങ്കിൽ അതിനൊരു ആധികാരികത ഉണ്ടാവില്ല. ആധികാരികത ഞാൻ പറഞ്ഞു പോയാലും അത് ആധികാരികമായിട്ട് പറയണമെങ്കിൽ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് പറയണം.